Meet the editors. ദില്ലി തിരഞ്ഞെടുപ്പ് പിണറായി വിജയൻ സർക്കാരിന് ഒരു പാഠമാണോ എന്നതാണ് ചോദ്യം. പല കാര്യങ്ങളിലും ചില സാമ്യതകളുണ്ട്, എന്നാൽ പലതിലും വ്യത്യസ്തമാണ് സാഹചര്യം. പ്രത്യേകിച്ച് മൂന്നാമൂഴം തേടാൻ പോകുന്നു ഇവിടെ പിണറായി സർക്കാർ, അവിടെ ആം ആദ്മി പാർട്ടി. രണ്ടുപേരും കേന്ദ്രത്തിനെതിരെ നിലപാട് ശക്തമാക്കിയ രണ്ട് സർക്കാരുകൾ, രണ്ട് മുഖ്യമന്ത്രിമാർ. ജനപ്രീതി, ഈ ഫ്രീബീസുമായി ബന്ധപ്പെട്ട് നമുക്ക് സമാനതകളില്ലെങ്കിൽ പോലും കിറ്റുമായി ബന്ധപ്പെട്ടൊരു ഭാഗത്ത് ചർച്ചകൾ നടന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകിയ സർക്കാർ എന്ന പ്രസക്തി. അങ്ങനെ ഒരുപാട് സാമ്യങ്ങളുണ്ട്, എന്നാൽ വ്യത്യാസങ്ങളുമുണ്ട്. മൂന്നാമൂഴത്തിന് പിണറായി സർക്കാർ ശ്രമിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഒരു മുന്നറിയിപ്പാണോ? കേരളത്തിൻ്റെയും ഡൽഹിയിലെയും രാഷ്ട്രീയ രീതികൾ വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു താരതമ്യം ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ താരതമ്യമില്ല. പക്ഷേ ഈ മൂന്നാമൂഴം എന്ന രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഒരു താരതമ്യം സാധ്യമാണ്. അതാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ കേജ്രിവാൾ മൂന്നാമൂഴത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. കേജ്രിവാളിൻ്റെ ജനപ്രിയ നടപടികൾ അത് മൂന്നാമൂഴം അദ്ദേഹത്തിന് സമ്മാനിക്കുമെന്ന് കരുതിയിരുന്നു. കേജ്രിവാൾ എന്ന ഒരു ഒറ്റ നേതാവിലാണ് ആ പാർട്ടി നിന്നിരുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമ്യമല്ലാതെ വേറെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രം തന്നെയില്ല, അവിടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിലൊക്കെ എത്രത്തോളം വെള്ളം ചേർക്കുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം കൂടിയാണ്. അപ്പോൾ കേജ്രിവാൾ അധികാരത്തിൽ വരുമോ എന്നുള്ള ചർച്ച ഉണ്ടായതുപോലെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും മൂന്നാമൂഴത്തിലേക്ക് വരുമോ? ആ മൂന്നാമൂഴത്തിലേക്ക് വരും എന്ന് തന്നെയാണ് പാർട്ടിയും പറയുന്നത്, നേതാക്കളും പറയുന്നത്, മന്ത്രിസഭയിലുള്ളവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരാനുള്ള എന്തൊക്കെ സാധ്യതകൾ ഇപ്പോൾ ഇവിടെയുണ്ട്? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്രത്തോളം അതിന് മണ്ണൊരുക്കുന്നുണ്ട് എന്നൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷത്ത് അപ്പുറത്ത് നേതാക്കൾ തമ്മിൽ പരസ്പരം അടിയാണ്, അല്ലെങ്കിൽ ആരാണ് നേതാവാകേണ്ടത് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഒരു ഇപ്പുറത്തേക്ക് ഒരു ഗുണമായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാമൂഴത്തിന് വരാനൊരു സാധ്യതയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഇവിടെ ഇടതു സർക്കാർ അതിനെ വിലയിരുത്തേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു, ജനങ്ങളെ എങ്ങനെയൊക്കെ അത് ബാധിക്കുന്നു, ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഉറപ്പുകളിൽ നിന്നും, അല്ലെങ്കിൽ ജനങ്ങളോട് പാർട്ടി തീരുമാനങ്ങളായി എടുത്തിരുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എടുക്കുന്ന ചില നിലപാടുകളിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ അത് കൃത്യമായി പാർട്ടി സമൂഹത്തിനോട് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടാകും. പക്ഷേ അതല്ലാതെ ജനസാമാന്യത്തോട് എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ മൂന്നാമൂഴത്തിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി സംവിധാനം അനുസരിച്ച് പിണറായി വിജയൻ മൂന്നാമത് മത്സരിക്കാൻ സാധ്യതയില്ല യഥാർത്ഥത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുത്തേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ കിട്ടുകയാണ്. കാരണം പിണറായി വിജയൻ അപ്പുറം മറ്റൊരു നേതാവിനെ ആ നിലയ്ക്ക് പ്രതിഷ്ഠിക്കാൻ, മൂന്നാമൂഴത്തിലേക്ക് വരണമെങ്കിൽ അങ്ങനെ പ്രതിഷ്ഠിക്കാൻ പാർട്ടിക്ക് അങ്ങനെ ഒരു നേതാവില്ല, ഒരു മുഖമില്ല എന്നുള്ളതാണ്. ഇനി സമ്മേളനങ്ങളുടെ ചിത്രം നോക്കുകയാണെങ്കിൽ സമ്മേളനങ്ങളിലെ ഒരു ഘട്ടം വരെ നമ്മൾ കണ്ടത് സർക്കാരിനെ നന്നായി വിമർശിക്കുന്ന, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ച, അല്ലെങ്കിൽ പോലീസ് അതിക്രമണത്തെക്കുറിച്ചൊക്കെ വല്ലാതെ പരാമർശിക്കുന്ന, ഭരണത്തിലെ വീഴ്ചകൾ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ, മുഖ്യമന്ത്രിയുടെ വീഴ്ചകൾ എന്ന രൂപത്തിൽ തന്നെ വിമർശിക്കുന്ന സമ്മേളനങ്ങളാണ് ഒരു ഘട്ടം വരെ കണ്ടത്. പിന്നെ അടുത്ത ഘട്ടമായപ്പോഴേക്കും എല്ലാ സമ്മേളനങ്ങളും പിണറായി വിജയൻ ആദ്യന്തം പങ്കെടുക്കാൻ തുടങ്ങി. അതോടുകൂടി പിണറായി വിജയനോടുള്ള നേരിട്ടുള്ള വിമർശനങ്ങൾ പലരും വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ പറയാൻ, മുഖത്ത് നോക്കി വിമർശിക്കാൻ ധൈര്യക്കുറവുണ്ടായിരിക്കും, അത്തരം വിമർശനങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അനിഷേധ്യനായ നേതാവായി ഇദ്ദേഹം നിൽക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ അവസാനം എന്താണ് ഉണ്ടാകുക എന്നതിൻ്റെ ഏകദേശ ചിത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. പണ്ട് VS പിണറായി രണ്ട് വിഭാഗീയത ഉണ്ടായിരുന്നത് പോലെ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലും ഇല്ലാതാനും. അപ്പോൾ പിണറായി വിജയൻ അനിഷേധ്യനായ നേതാവായി CPM വന്നിരിക്കുന്നു, തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഭരണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ എന്നത് സംബന്ധിച്ച ഒരു പ്രശ്നം തന്നെ നിൽക്കുകയാണ്. ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അത് വൈകുന്നു. സർക്കാർ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കുന്നില്ല. ഇപ്പോൾ വനം വകുപ്പിൻ്റെ കാര്യത്തിൽ തന്നെയായാൽ ഇപ്പോൾ ഓരോ ദിവസവും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കും. ഒരാഴ്ചക്കിടെ ഇപ്പോൾ 4 മരണമായി. അപ്പോൾ ഈ മരണങ്ങൾ സംഭവിക്കുമ്പോൾ മന്ത്രിമാർ എങ്ങനെ പ്രതികരിക്കുന്ന ഒരു വിഷയമാണല്ലോ. ഇന്നും വനമന്ത്രി പ്രതികരിച്ചത് കാട്ടിൽ വെച്ചല്ല മരണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? ഒരു മരണമുണ്ടായ ഉടനെ ഉന്നതതല സമിതി യോഗം ചേരുന്നു, കൊടുക്കേണ്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നു. പിന്നീടും കാടിനോട് അടുത്തിരിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലും സ്ഥിതി അതേ രൂപത്തിലാകുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും എന്ന പോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വാർത്തകൾ വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്താണ് ഒരു ആത്യന്തികമായ പരിഹാരം എന്ന രൂപത്തിലേക്ക് ചർച്ച പോകുന്നില്ല. കേന്ദ്രമാണ് നിലപാടെടുക്കേണ്ടത്, കേന്ദ്രമാണ് സഹായം തരേണ്ടതെന്ന് ഒരു വശത്ത് പറയാം. പക്ഷേ അതിനപ്പുറം കേരളം ചെയ്യേണ്ട കാര്യത്തിൽ എന്തൊക്കെ ചെയ്യുന്നു? ഒരു ആനയെ ഓടിക്കാനുള്ള, പടക്കം പൊട്ടിക്കാനുള്ള കാശില്ല വനംവകുപ്പിന് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. പിന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഒരു തരത്തിലും ജനങ്ങൾക്ക് നേരിട്ട് ബാധ്യതയാകില്ല എന്ന ഉറപ്പാണ് ഇടത് സർക്കാർ നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കിഫ്ബി റോഡുകളുടെ കാര്യത്തിൽ
യൂസർ ഫീ, ടോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, യൂസർ ഫീ, ആ യൂസർ ഫീ കൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഗുണമാകുമെന്നാണ് പറയുക. യൂസർ ഫീ ജനം തന്നെ കൊടുക്കുന്നു. കിഫ്ബിയിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നതും ജനത്തിന് നികുതിയാണ്. അപ്പോൾ ആത്യന്തികമായി സെസ്സിൻ്റെ കാര്യത്തിലായാലും കിഫ്ബി സെസ്സിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെ പണം തന്നെയാണ്, ആത്യന്തികമായി ജനങ്ങളുടെ പണമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഉറപ്പുകളുടെ ഒരു എന്താ പറയുക, അത് തുടരുന്നില്ല, ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ അത് ജനങ്ങളോട് ആ രൂപത്തിൽ വിശദീകരിക്കാൻ കഴിയണം. അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കിഫ്ബിയെക്കുറിച്ചും ഈ യൂസർ ഫീയുമൊക്കെ കുറിച്ചൊക്കെ സഭയിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായി ഭാരമുണ്ടാകുന്ന ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. കിഫ്ബി ഭാരമാകില്ല എന്നാണല്ലോ തുടക്കം മുതൽ നൽകിയിരുന്ന ഉറപ്പ്. അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കുന്നു? അതിനെ വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ ഓരോ കാലത്തേക്കും പോകുമ്പോൾ അങ്ങനെ പറ്റില്ല എന്ന രൂപത്തിലാണ് പാർട്ടി സെക്രട്ടറി അതിനെ വിശദീകരിക്കുന്നത്. നേരത്തെ എടുത്ത തീരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് മുന്നണിയിൽ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. അപ്പോൾ ബ്രൂവറി വിഷയം എടുക്കുകയാണെങ്കിൽ CPIയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ബ്രൂവറി വിഷയത്തിൽ CPI തന്നെ അത് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. പക്ഷേ ആ നയവുമായി മുന്നോട്ട് പോകുമെന്ന് CPM ഉറപ്പിച്ചു പറയുന്നു, മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ആത്യന്തികമായി CPM എടുക്കുന്ന നിലപാടാണ് അവസാനം നടപ്പാവുക എന്നുള്ളൊരു വിഷയം അവിടെയുണ്ട്. അപ്പോൾ മുന്നണിയുടെ കാര്യത്തിൽ മുന്നണിയിൽ മറ്റ് കക്ഷികളെ എത്രത്തോളം കേൾക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇനി അടുത്തത് കിഫ്ബിയുടെ കാര്യം പറഞ്ഞു. അടുത്തത് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തിയവരാണ്. ആ സമരത്തിൽ എത്ര ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാലത്തും SFI പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ അല്ലേ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞ് പുഷ്പനെ അറിയാമോ എന്ന് എല്ലാ തവണയും പാടിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ പുഷ്പനും പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പുഷ്പനുണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാലത്ത് അതാണ്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് നേരത്തെ തന്നെ കൊണ്ടുവരണമെന്ന് പറയും. ഞങ്ങൾ കുറച്ച് വൈകിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണോ CPM പറഞ്ഞു വരുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ഓരോ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരുന്നു പറയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ വളരെ നേരത്തെ മുന്നിൽ കാണുന്നു, CPM കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു എന്ന് പറയുമ്പോൾ അവർ പിന്നിലാണോ അതോ വളരെ പതുക്കെ നടക്കുകയാണോ എന്ന ചോദ്യം ഇവിടെ ഇരിക്കുന്നില്ല. അതിനോടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇടതുപക്ഷം എന്ന് വിശ്വസിക്കുന്നവർ അത് പാടില്ല എന്ന് തന്നെ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ സർവകലാശാലകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം വരുന്നത് അതൊരു വേറെ വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നു. ഡൽഹിയുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു കാര്യം, പിണറായി വിജയൻ ഇവിടെ നേതാവ്, അവിടെ കേജ്രിവാൾ എന്ന നേതാവ്, ഒരാളിൽ ചുറ്റിത്തിരിയുന്ന പാർട്ടി അല്ലെങ്കിൽ സംവിധാനം. അപ്പോൾ ആ സംവിധാനം തകർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതാണ് മൂന്നാം ഊഴത്തിലേക്ക് പോകാൻ ഏത് തരത്തിൽ ഇവിടെ മണ്ണൊരുങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷത്ത് അടിയാണ് എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജനത്തെ ബാധിക്കുന്ന ക്ഷേമ പെൻഷനുകളായാലും സെസ്സിൻ്റെ കാര്യമായാലും ഈ പറയുന്ന ബ്രൂവറിയുടെ കാര്യമായാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മറുപടികൾ കൃത്യമായി കിട്ടുന്നില്ല. CPMൻ്റെ കൃത്യമായ പഴയ നിലപാടുകളിൽ നിന്ന് മാറുമ്പോൾ അത് പാർട്ടിയോട് വിശദീകരിക്കുമ്പോൾ പാർട്ടി അണികൾക്ക് അത് ബോധ്യമാകുന്നുണ്ടെന്ന ചോദ്യമുണ്ട്. ഒരുപക്ഷെ അവർ ചോദ്യം ചോദിക്കുന്നില്ലായിരിക്കാം. ഇപ്പോൾ CPM കഴിഞ്ഞ പാർട്ടി കോൺഗ്രസും സ്വകാര്യവൽക്കരണത്തിനും കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇല്ലേ, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും. അപ്പോൾ അതിൽ നിന്ന് നിലപാട് അടുത്ത പാർട്ടി കോൺഗ്രസ് വരുന്നതിന് മുൻപ് നിലപാട് മാറ്റുമ്പോൾ അത് വിശദീകരിക്കേണ്ടതുണ്ട്. സ്വകാര്യ സർവകലാശാലകളെയൊക്കെ വിദേശ സർവകലാശാലകളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ലതാണ് എന്നൊരു ചർച്ച ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നല്ലോ അല്ലേ. നല്ലതായിരിക്കാം. പക്ഷേ അത് ആ രൂപത്തിൽ വിശദീകരിക്കാൻ ജനസാമാന്യത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാം ഊഴം അത്ര എളുപ്പമല്ല. ആ ഒരു പാഠമാണ്. അത്ര അമിത ആത്മവിശ്വാസം ദോഷം ചെയ്യും. ഓക്കെ, ദില്ലിയിലെ മൂന്നാം ഊഴവും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം ഊഴവും താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊന്നൊരു തിരുത്തു പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പുഷ്പന്റെ കൂത്തുപറമ്പാണ്. അത് സ്വാശ്രയ സമരമാണ്. സ്വകാര്യ ഭൂമിയിൽ സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കി സ്വാശ്രയം സഹകരണ വകുപ്പ് മന്ത്രിക്കെതിരെയായിരുന്നു. ശരി, അത് സ്വാശ്രയ സമരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വകാര്യത്തിലേക്ക് അന്ന് സ്വകാര്യത്തിലേക്ക് അത്രയ്ക്ക് വന്നിട്ടില്ല. അതിപ്പോ അതിന്റെ എക്സ്ട്രീമാണ്. അതിന്റെ എക്സ്ട്രീമായ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നടക്കുന്നത് 95-ലാണ്. ശരി, ഞാൻ വിഷയത്തിലേക്ക് എത്തിയാൽ ഡൽഹിക്ക് മുമ്പ് 2024 തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ആ തിരഞ്ഞെടുപ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. ഭൂപീന്ദർ ഹൂഡയും വളരെ ശക്തമായി പ്രതിപക്ഷത്തെ ശബ്ദമുയർത്തിയിരുന്നു. പക്ഷേ ഹരിയാനയിൽ നയബ് സിംഗ് സൈനി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 8 സീറ്റ് അധികം കിട്ടുന്നു. അതായത് ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ചു വന്ന 2024 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഹരിയാന. ആ ഹരിയാന എന്തുകൊണ്ട് കേരളത്തിന് പാഠമായിക്കൂടാ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന് ജാർഖണ്ഡാണ്. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ ജാർഖണ്ഡ് മത്സരിക്കുമ്പോൾ 30-ൽ നിന്ന് 34 സീറ്റുകളിലേക്ക് പാർട്ടി വളരുന്നുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് BJP ശക്തമായി ക്യാമ്പയിൻ ചെയ്തിട്ടും ജാർഖണ്ഡിൽ
ആൻറ്റി ഇൻകുംബൻസി വർക്ക് ചെയ്തില്ല. അവിടെ നിലവിലിരുന്ന സർക്കാരിന് 4 സീറ്റുകൾ കൂടി അധികം കിട്ടുന്നു. മഹാരാഷ്ട്രയിൽ ഫട്നവിസിൻ്റെ സർക്കാർ, ഏക്നാഥിൻ്റെ സർക്കാരാണ്. ഏക്നാഥിൻ്റെയും ഫട്നവിസും ചേർന്ന് ഭരിച്ച മഹാരാഷ്ട്രയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് മഹാവികാസ് അഘാടി പ്രചരിപ്പിച്ചിട്ടും അവിടെ BJPയും ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനും വോട്ട് കൂടുതൽ കിട്ടുന്നു. ഏകദേശം 27 സീറ്റുകളാണ് അധികം BJPക്ക് കിട്ടുന്നത്. 19 സീറ്റുകളാണ് ഏക്നാഥ് ഷിൻഡെക്ക് കിട്ടുന്നത്. അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ നിലവിലിരുന്ന സർക്കാരുകൾ തുടർച്ചയായി ഭരണത്തിലേക്ക് എത്തുന്നത്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഇതേപോലെ ശക്തമായ മത്സരം അവിടെ നേരിട്ടു. അവിടെ ഒരു സീറ്റിൻ്റെതാണെങ്കിൽ പോലും ശിവരാജ് സിംഗ് ചൗഹാൻ വലിയ ഭൂരിപക്ഷ വ്യത്യാസമുണ്ട് വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ. അവിടെയും അധികാരത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 2024 നടന്ന മിക്ക സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ആൻറ്റി ഇൻകുംബൻസിയെ അതിജീവിച്ച് നിലവിലിരുന്ന സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഡൽഹി സർക്കാർ വ്യത്യസ്തമാണ്. അവിടെയാണല്ലോ ഒരു വിഷയം. അപ്പോൾ ദില്ലിയാണോ നമുക്ക് പാഠമാകുന്നത് 2024 മറ്റ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ആൻറ്റി ഇൻകുംബൻസിയെ പരാജയപ്പെട്ടതാണോ ചർച്ചയാവുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഡൽഹിയെ നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ അവിടെ ഒരു പ്രതിച്ഛായ വിഷയമുണ്ടായിരുന്നു. അവിടെ ഒരു ആൻറ്റി ഇൻകുംബൻസി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിരുന്നു. മൂന്നാമത്തത് അവിടെ പ്രതിപക്ഷം അഥവാ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ മികവ് ശക്തമായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടി പരാജയപ്പെടാനുള്ള കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യൂ. പ്രതിച്ഛായ വിഷയം, കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നത് പോലെയുള്ളൊരു പ്രതിച്ഛായ വിഷയം നിലവിൽ പിണറായി വിജയൻ നേരിടുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം എന്താ? ഇതേ പ്രതിച്ഛായ വിഷയമാണ് ആം ആദ്മി പാർട്ടിക്ക് മുമ്പ് ഇന്ത്യയിൽ ആദ്യം പരീക്ഷിച്ച സർക്കാരാണ് കേരള സർക്കാർ. BJP എങ്ങനെയാണ് പ്രതിച്ഛായ വിഷയം? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ അഴിമതി കൊണ്ടുവന്നത് മദ്യനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയ അഴിമതി കേസ് ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ 2019 വരെ എങ്ങനെയാണ് 2019 ആ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ സ്വർണ്ണക്കടത്ത് വിഷയം സജീവമാക്കി നിലനിർത്താൻ വേണ്ടി എങ്ങനെയാണ് കേന്ദ്രം ഇടപെട്ടത്? അതൊരു പ്രതിച്ഛായ വിഷയത്തിലേക്കുള്ള അടിയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട സ്വർണ്ണക്കടത്ത് എന്നുള്ളതായിരുന്നു വ്യാഖ്യാനം. ഇവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട മദ്യനയ അഴിമതി കേസ് എന്നുള്ളതായി മാറി. അപ്പോൾ പ്രതിച്ഛായ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് പരിഹാസമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവിടെ മനീഷ് സിസോദിയ ആണെങ്കിലും ശരി, സത്യേന്ദ്ര ജെയിൻ ആണെങ്കിലും ശരി, അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ശരി, ജയിലഴികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ കേരളത്തിൽ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നില്ലേ, എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ജയിലഴിക്കുള്ളിലാകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം ജയിലഴിക്കുള്ളിലാകുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ പ്രതിച്ഛായ വിഷയം ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അലട്ടുന്നത് പോലെ നിലവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അലട്ടുന്നതായി ഞാൻ കണക്കാക്കുന്നതേ ഇല്ല. ശീഷ് മഹൽ പോലെ ഒന്നും നമുക്ക് എടുത്തു കാണിക്കാനില്ല. ക്ലിഫ് ഹൗസിലെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയതാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലിരിക്കുന്ന സർക്കാരിനെതിരെ കോൺക്രീറ്റായി ഏതെങ്കിലും ഒരു അഴിമതി കേസ് പ്രൂവ് ചെയ്യാനോ കോടതിയിൽ ഒരു തിരിച്ചടി നേരിടി ലോകായുക്തയിൽ പോയിട്ടുണ്ടല്ലോ കേസുകൾ പലതിലും. അവിടെ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ദിവസം അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവ് സമ്പാദിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതിയുടെ ഏതെങ്കിലും ഒരു ആരോപണം ശക്തമായി തെളിയിക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടല്ലോ ബ്രൂവറി വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ധൈര്യമില്ലാത്തത്? നേരത്തെ കവിതയുടെ പേര് കൊണ്ടുവന്ന എന്തിനാ? ഈ ബ്രൂവറി വിഷയത്തെ മദ്യനയ അഴിമതിയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി സമർത്ഥമായി കൊണ്ടുവന്നതാ. ഒടുവിൽ കവിത പറഞ്ഞു, എൻ്റെ പേര് അനാവശ്യമായി വലിച്ചെടുത്താൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കവിതയുടെ പേര് ബന്ധിപ്പിക്കുന്നത് അവിടെ നിർത്തി. എക്സൈസ് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ടോ കവിത എന്നുള്ളതായിരുന്നു ചോദ്യം. കവിത കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവിടെ അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ബ്രൂവറി വിഷയത്തിലാവട്ടെ, സ്വർണ്ണക്കടത്ത് വിഷയത്തിലാവട്ടെ, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരഴിമതി ആരോപണവും സഭയിൽ നിലനിന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പ്രതിച്ഛായ വിഷയത്തിൽ ഈ സർക്കാർ ഡൽഹി സർക്കാരിനെ പോലെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ട് എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒന്നാം പിണറായി സർക്കാരിനെ പോലെ രണ്ടാം പിണറായി സർക്കാർ പെർഫോം ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരുമായി അല്പമെങ്കിലും സാമ്യമുള്ളത്. കാര്യം അരവിന്ദ് കെജ്രിവാളിനെ വോട്ട് ചെയ്ത ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താ? ഒന്നാം അരവിന്ദ് കെജ്രിവാളും രണ്ടാം അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള താരതമ്യമായിരുന്നു അവിടുത്തെ പ്രശ്നം. ഒന്നാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത സർക്കാരാണ്. ദില്ലിയിൽ ഇന്നേ വരെ വന്ന സർക്കാരുകളിൽ വെച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, മൊഹല്ല ക്ലിനിക്കുകളിൽ ഒക്കെ ഇടപെട്ട രീതി അരവിന്ദ് കെജ്രിവാളിനെ അത്രമേൽ ജനപ്രിയനാക്കി തീർത്തു. ഒരു ദേശീയ നേതാവിൻ്റെ പ്രതിച്ഛായ വന്നില്ലേ? അപ്പോൾ ആ രീതിയിൽ രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിന്
പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയി. ഈ താരതമ്യം കേരളത്തിലും ബാധകമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര പെർഫോം ചെയ്തിട്ടുണ്ടോ രണ്ടാം പിണറായി സർക്കാർ? പക്ഷേ വരാൻ പോകുന്ന ചോദ്യം ഇതാണ്, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ പെർഫോം ചെയ്തിട്ടുണ്ടോ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ കമ്പാരിസണിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചൊരു കണക്കുണ്ട്. ആ കണക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷം വികസനത്തിൻ്റെ കാര്യത്തിലുള്ള മൂലധന ചെലവ് എത്രയായിരുന്നു? അത് 17,000 കോടിയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷക്കാലത്തെ മൂലധന ചെലവ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ 2.5 മടങ്ങായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 47,000-ഓളം വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. കിഫ്ബിയുടെ കൂടി മൂലധന ചെലവിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് 69,000 കോടി കടുത്തു വരും എന്നുള്ളതാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന മൂലധന ചെലവിനേക്കാൾ 3 മടങ്ങ് അധികം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷത്തിൻ്റെ മൂലധന ചെലവ് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കണക്ക് മാത്രമാണ്. ആശുപത്രികൾ വികസിച്ചത്, സ്കൂളുകളുടെ എണ്ണം കൂടിയത്, വിദ്യാർത്ഥികളുടെ എൻറോൾമെൻറ്റ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ കൂടിയത്, ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു നേട്ടമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആൻറ്റി ഇൻകുബൻസി കേരളത്തിലുണ്ട്. അത് ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ മോശം സർക്കാർ എന്ന നിലയിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാർ മോശമാണ് എന്നൊരു ആൻറ്റി ഇൻകുബൻസി രൂപപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് താഴെ തട്ടിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഡൽഹി സർക്കാരിനെ വിജയിപ്പിച്ചതെന്താ? മൂന്നാമതൊരു ഊഴത്തിൽ ആം ആദ്മി പാർട്ടി എത്തിക്കാതിരുന്നതിൻ്റെ കാര്യം BJP എന്ന് പറയുന്ന ഫാക്ടറാണ്. നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. RSS എങ്ങനെയാണ് അവരുടെ സംഘടനാ ശേഷി, എങ്ങനെ ഓരോരോ വീടുകളിലും ഈ പറയുന്ന 50,000-ഓളം ഭവന സന്ദർശനങ്ങളിലൂടെ, ഡ്രോയിങ് റൂം സന്ദർശനങ്ങളിലൂടെ എങ്ങനെയാണ് വെൽ കണക്റ്റഡ് നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തത്. സമാനമായ രീതിയിൽ കേരളത്തിൽ പ്രതിപക്ഷം വർക്ക് ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി വെച്ചത്. ആ ഇലക്ഷൻ സ്ട്രാറ്റജി വെച്ച് ABC എന്നിങ്ങനെ മണ്ഡലങ്ങളെ തിരിച്ചത്, ഓരോ മണ്ഡലത്തിലും പ്രത്യേക പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് വേറൊരർത്ഥത്തിൽ BJP ഡൽഹിയിൽ ഉപയോഗിച്ചത്. നിങ്ങൾ വാൽമീകി വിഭാഗക്കാർ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ അവിടെയുള്ള നേതാക്കളെ കൊണ്ടുവരണം, അവിടെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അത് 1 വർഷം മുൻപേ തുടങ്ങിയ ഇലക്ഷനിയറിംഗ് പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പദ്ധതി പോലും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യാനാവാത്ത വിധം ഞെരിച്ചു കളഞ്ഞു എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ 2025 ഇപ്പോൾ അവസാനം സംഭവിക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ നേരിടാൻ പ്രതിപക്ഷത്തിന് എന്തുണ്ട് പദ്ധതി എന്ന് ചോദിച്ചാൽ ഒരു പദ്ധതിയില്ല എന്നുള്ളതാണ്. മലയോര സമരജാഥ അവസാനിച്ചോ? ഇപ്പോഴും തുടരുന്നുണ്ടോ? എനിക്കറിയില്ല. മലയോര സമരജാഥ അവസാനിച്ചതായിട്ട് നമുക്കറിയില്ല. ആ സമരജാഥ പുരോഗമിച്ചതായിട്ട് നമുക്കറിയില്ല. ഈ സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ജാഥയായിരുന്നു. ആ ജാഥ തുടങ്ങുമ്പോൾ എന്തായിരുന്നു? മലയോര മേഖല ഇപ്പോഴും ആ പ്രശ്നം സജീവമാണ്. ഈ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഈ വനം വകുപ്പിൻ്റെ നിഷ്ക്രിയത്വമാണെന്ന് ഞാൻ പറയും. ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരം ഇനി രൂപപ്പെട്ടു വരാൻ സാധ്യതയുള്ളത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നല്ല ചൂട് വരുന്ന സമയമാണ്. കാട്ടിലെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനിയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ സർക്കാരുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ ഭരണമുണ്ടോ? സഭ ചോദിക്കാൻ തുടങ്ങി, ആളുകൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സമരമോ പ്രതിപക്ഷത്തിൻ്റെ ജാഥയോ ആ അർത്ഥത്തിൽ ജനങ്ങളെ സർക്കാരിനെതിരെ അണിനിരത്തുന്ന ഒരു ശക്തിയാക്കി മാറ്റാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഇത് ഡൽഹിയിൽ BJP നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ 7 അയലത്ത് പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് സംഘടനാ പ്രവർത്തനം എത്തുന്നില്ല. അത് വളരെ സിസ്റ്റമാറ്റിക്കായ ലോജിക്കായ ഒരു ഇലക്ഷൻ പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതില്ല. അതും നിലവിൽ പിണറായി സർക്കാരിന് ഗുണകരമാകും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കിഫ്ബി പദ്ധതിയുടെ കാര്യത്തിൽ ടോൾ വരാൻ പോകുന്നു. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കാൻ പോവുകയാണ്. പക്ഷേ എങ്ങനെയാണോ അവർ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ നേരിട്ടത്, അതേപോലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സർക്കാരും ഇടതുപക്ഷവും ഇറങ്ങാൻ പോവുകയാണെന്നാണ് എൻ്റെ ടേക്ക്. കാര്യം ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് തോമസ് ഐസക് ചോദിക്കുന്നത്, നിങ്ങൾ പ്രതിപക്ഷത്തിന് കിഫ്ബി അല്ലാതെ മറ്റേതെങ്കിലും പദ്ധതിയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. നോക്കൂ, 17,000 കോടി രൂപയുടെ മൂലധന ചെലവ് ഈ കഴിഞ്ഞ ഡിസംബർ 31 വരെ 89,000 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 69,000 കോടി 1,274 പ്രോജക്റ്റുകളിൽ മാത്രം, 20,000 കോടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ സംസ്ഥാനത്ത് തലങ്ങും വിലങ്ങും പോകുന്ന ദേശീയപാതയ്ക്ക്, ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ദേശീയപാത പിണറായി വിജയൻ സർക്കാർ ഒരു തുറുപ്പുചീട്ടാണ്. കേന്ദ്രത്തിൻ്റെയാണ് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും 6,000 കോടി ഈ കിഫ്ബിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന വസ്തുത മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ അവർ നേരിടാൻ പോകുന്നു. മലയോര ഹൈവേ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരുമ്പോൾ, തീരദേശ ഹൈവേ വരാൻ പോകുമ്പോൾ, ഈ നാഷണൽ പാത തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വലിയ പുഷാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ സർക്കാരിനെടുത്ത ആർജവം ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായ ഘടകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ അതേ
പാഠം കേരള സർക്കാരിലേക്ക് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു സെഗ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഡൽഹിയിൽ യമുന പോലെ ഒരു പൊല്യൂഷൻ ചെയ്യുന്ന വിഷയം പോലെയാണ് വന്യജീവി ആക്രമണം എന്ന് ഞാൻ പറയും. കാരണം യമുനയുടെ കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു വികാരമായി മാറി. ഇതിപ്പോൾ സഭയുടെ വികാരമായി മാറുന്നു, മലയോര കർഷകരുടെ പ്രശ്നമായിട്ട് മാറുന്നു, വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്ക് രക്ഷയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അവിടെ വനം വകുപ്പിൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി തിരിയാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പെൻഷൻ കൊടുക്കാൻ പോവുകയാണ്. ഈ ബാക്കി എല്ലാ കുടിശ്ശികയും ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതനുസരിച്ച് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും അടുത്ത ഇടക്കാല ബഡ്ജറ്റ്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സർക്കാർ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇടക്കാല ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ 200 രൂപ കൂട്ടിയാൽ അതൊരു വലിയ മാറ്റമാണ്. അതൊരു ഫ്രീ ബീസ് പോളിറ്റിക്സ് എങ്ങനെയാണോ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നത്, അതേപോലെ ഇവിടെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും ഒരു പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ കാര്യം കൂടി പറയാം. ഇതിനുമപ്പുറം മറ്റൊരു വലിയ സ്ട്രാറ്റജിയുണ്ട്. അവിടെയാണ് സർക്കാരിന് യഥാർത്ഥത്തിൽ ദില്ലിയിലില്ലാത്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് കേരളത്തിലുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ് ഇടതുപക്ഷം ഭയക്കുന്നതും. അതിലൊന്ന് മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ, 2 ക്രിസ്ത്യൻ വോട്ടിൻ്റെ കൺസോളിഡേഷൻ. പക്ഷേ ഇവിടെ BJP എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു? CP ജോൺ പറയുന്നൊരു കണക്കുണ്ട്, രസകരമായ കണക്കാണ്. 140 മണ്ഡലങ്ങളിൽ 80 മണ്ഡലങ്ങൾ തിരുക്കൊച്ചി മേഖലയിൽ തന്നെ മാത്രമുള്ളതാണ്. അവിടെ 2006 തിരുക്കൊച്ചി മേഖലയിലെ 80 മണ്ഡലങ്ങളിൽ BJP NDA സഖ്യം നേടിയത്, അന്ന് NDA സഖ്യമില്ല, അന്ന് BDS ഇല്ല, അതിന് തൊട്ട് മുമ്പ് 2006 നേടിയത് 6000 വോട്ടാണ്. കേവലം 6000 വോട്ട് 80 മണ്ഡലങ്ങളിൽ. പക്ഷേ 2011 ആകുമ്പോഴേക്കും അത് 10000 വോട്ടായിട്ട് വർദ്ധിക്കുന്നു. ഏറ്റവും നിർണായകമായ തിരുക്കൊച്ചി മണ്ഡലങ്ങളിലെ 80 സീറ്റുകളിൽ 2016 ആകുമ്പോഴേക്കും 30,000 BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക. അവിടെ BDJS കൂടി ചേരുന്നു. ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയ വോട്ട് അത് ഇടതുപക്ഷത്തെയും ഒരേ സമയം തന്നെ കോൺഗ്രസിനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്, 8 BJP 2ാം സ്ഥാനത്താണ് നിയമസഭയിൽ. ഇത് ഒരേ സമയം കോൺഗ്രസിനെയും ഒരേ സമയം ഇടതുപക്ഷത്തെയും ആശങ്കയിലാക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈഴവ സമൂഹത്തിൻ്റെ വോട്ട്, ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു? മുസ്ലിം കൺസോളിഡേഷൻ ആർക്ക് അനുകൂലമായി തിരിയുന്നു? ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എങ്ങനെയാണ് LDFിൽ നിന്ന് ജോസ് കെ മാണി ഉണ്ടെങ്കിൽ പോലും, മാണി വിഭാഗം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനാവുക? ഇത്തരം ഘടകങ്ങളായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് മൂന്നാമൂഴം ഒരു മുന്നറിയിപ്പാണോ എന്ന ചോദ്യത്തിന് ആൻറ്റി ഇൻകംബൻസിയുടെ ഘടകത്തിൽ മാത്രം അത് പിണറായി സർക്കാരിനൊരു മുന്നറിയിപ്പാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. AAPയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് പിണറായി വിജയൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അഴിമതിയില്ലാത്ത ഒരു സർക്കാരിനെ കഴിഞ്ഞ 8.5 വർഷമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഈ സമയം വരെ അവർക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരെണ്ണം പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ആകെ സംഭവിച്ചത്? ആദ്യം സംഭവിച്ചത് BJPയുടെ നേതൃത്വത്തിലുള്ള ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ വിചാരിക്കുന്നത് ഇതാണ്. കാരണം പിണറായി വിജയൻ ഈ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും BJP ഭരണത്തിലേക്ക് വരികയും എന്നുള്ള ഒരു സാധ്യത വരികയായിരുന്നെങ്കിൽ പിണറായി വിജയൻ ജയിലിനകത്തായിരിക്കും. അല്ലെങ്കിൽ കാരണം അടുത്ത് വരാൻ പോകുന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ ജയിലാക്കുന്ന ഒരു ശൈലി കേരളത്തിലെ കേന്ദ്രത്തിലെ BJPക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അവർ വിചാരിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ശബരിമല പിന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് വളരെ BJPക്ക് ഏതെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അഴിമതി ആരോപണങ്ങളും ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളും എല്ലാം പിണറായി വിജയൻ്റെ നേരിലേക്ക് വെച്ചെങ്കിലും അത് വിജയിക്കില്ല എന്നുള്ള കാര്യം ഒരു ഘട്ടം വന്നപ്പോൾ പിന്നെ BJPക്ക് മനസ്സിലായി. അതോടുകൂടി അത് BJP പിന്നോട്ടടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ കെജ്രിവാളിനെ പോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരും ജയിലിൽ പോകേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞത്. കാരണം EDയും ഇൻകം ടാക്സും അതുപോലെയുള്ള NIA അടക്കമുള്ള പിന്നെ എന്താണ് കസ്റ്റംസ് അടക്കമുള്ള മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെല്ലാം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിന് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിനെ ജയിലിലിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അതിനൊരു വലിയ കാരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്താണ്? പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ അവിടെ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ പറഞ്ഞ കഴിഞ്ഞ 8.5 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൻ്റെ ഇടയിൽ ഏത് സമയത്താണ് ഈ പറഞ്ഞ ഒരു അഴിമതി ആരോപണം കാര്യമായിട്ട് പറഞ്ഞ കോൺഗ്രസിനോ
അല്ലെങ്കിൽ പറയുന്ന പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ പറ്റിയത്? ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് പോയി, അവസാനം ബ്രൂവറിയിലടക്കം പിന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ അല്ലെങ്കിൽ മന്ത്രിമാർ കണ്ടതിനേക്കാളും കൂടുതൽ കണ്ട കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടതാണ് കർണാടകയിലെ സ്പിരിറ്റ് ലോബികളെ തിരിച്ചടിക്കുന്നത്. അവിടെ ഇട്ടിട്ട് പോന്നു, സെക്കൻഡിൽ നിന്ന് വഴിയിൽ നിന്ന് പിന്നോട്ട് അടിച്ചു. ഒരക്ഷരം മിണ്ടുന്നില്ല ബ്രൂവറിയായി ബന്ധപ്പെട്ടിട്ട്, ഒരക്ഷരം മിണ്ടില്ല. ബ്രൂവറി കമ്പനി എന്ത് വിചാരിച്ചു, ഇനി കേരളത്തിൽ വേണ്ട, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്ന പറയുമ്പോഴത്തേക്കും ഉള്ളതും കൂടി ഇല്ലാതായി. കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കിഫ്ബി വന്നതിന് ശേഷം എന്താ പറയുക, ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നാണ് കിഫ്ബി എന്ന് പറയുന്നത്. അത്രയും നല്ല ഒരു സംവിധാനം ഒരു സ്ഥലത്തും ചെയ്യാൻ പറ്റിയിട്ടില്ല. അനിവാര്യ ബഡ്ജറ്റിൽ നിന്നും പുറത്ത് നിർത്തിക്കൊണ്ട്, ബഡ്ജറ്റിൻ്റെ അലോക്കേഷൻ അല്ലാതെ പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും അതിൽ നിന്ന് പണം കണ്ടെത്തി കേരളത്തിലെ അടിസ്ഥാന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ വേണ്ടി കേരളത്തിൽ കഴിഞ്ഞു. എങ്ങനെയാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് നടക്കുന്നത്? കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പുതിയ ബിൽഡിങ്ങുകൾ വന്നു, എല്ലാ ഹോസ്പിറ്റലിലും പുതിയ ബിൽഡിങ്ങുകൾ വന്നു, എത്ര മലയോര പാതകൾ വന്നു, ഉൾനാടൻ ഗതാഗത എത്ര ശൈലിയിൽ വ്യത്യാസം വന്നു. ഇതെല്ലാം എങ്ങനെ വന്നാണ്? കിഫ്ബിയിൽ നിന്ന് വന്നാണ്. അതിൽ നിന്നുള്ള ഫണ്ട് അലോക്കേഷൻ കൊണ്ടാണ് ഇതൊക്കെ വന്നത്. കാരണം 67,000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞ അടിസ്ഥാന വികസനത്തിന് വേണ്ടി വരുത്താൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു. 20,000 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുപ്പ് നടത്തി. എന്തിനാണ് 20,000 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നത്? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയിൽ പണിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് 6,300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ഈ പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് നടത്താൻ പറ്റി എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി വിജയൻ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാർ എറണാകുളത്ത് മെട്രോ കൊണ്ടുവന്നു. വലിയ പ്രൊജക്റ്റാണ്, അംഗീകരിക്കാവുന്ന പ്രൊജക്റ്റാണ്, പക്ഷേ സിംഗിൾ പ്രൊജക്റ്റാണ്. കണ്ണൂരിൽ വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ലാൻഡിങ് വരെയുള്ള സംവിധാനം, ഫസ്റ്റ് ഫ്ലൈറ്റ് ഉയരുന്നത് വരെയുള്ള സംവിധാനം ചെയ്തു. അതൊരു ഇനീഷ്യേറ്റീവാണ്, സിംഗിൾ പ്രൊജക്റ്റാണ്. ഈ പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ തറക്കല്ലിട്ട് തുടങ്ങി വെച്ചു, അതൊരു സിംഗിൾ പ്രൊജക്റ്റാണ്. അല്ലാതെ എന്ത് പ്രൊജക്റ്റുകളാണ് അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രൊജക്റ്റുകളാണ് കൊണ്ടുവന്നത്? ഇന്നത്തെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 17,000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അടിസ്ഥാന സംവിധാനത്തിൽ നടത്തിയിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ മെട്രോയും ഈ പറയുന്ന വിമാനത്താവളവും ഈ പറഞ്ഞ വിഴിഞ്ഞവും അടക്കമുള്ള പ്രൊജക്റ്റുകൾ വന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ്? 67,000 1 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തുള്ള കിഫ്ബി പദ്ധതികൾ മാത്രമാണ് നടക്കുന്നത്. അതുകൂടാതെ ബഡ്ജറ്റ് അലോക്കേഷൻ വേറെ നടക്കുന്നുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള മാറ്റം സംസ്ഥാനത്ത് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത്, ഈ സമയങ്ങളിലെല്ലാം കേരളത്തെ പിടിച്ചു നിർത്തിയത് ഈ കിഫ്ബി എന്ന് പറയുന്ന ഒറ്റ സംവിധാനമാണ്. കാരണം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഫണ്ട് അലോക്കേഷൻ കേന്ദ്രം ഫണ്ട് കൊടുക്കാതെ, ഇത് കേന്ദ്രം ഭരിക്കുന്ന BJP ഭരിക്കുന്ന അല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത്, ഫണ്ട് കൊടുക്കാതെ കഷ്ടപ്പെട്ടപ്പോഴും കേരളത്തിന് അത് കാര്യമായി ബാധിച്ചിട്ടില്ല. GST വരുമാനം ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറച്ചപ്പോഴും കേരളത്തിനെ ബാധിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് വായ്പാ പരിധി വെട്ടിക്കുറച്ചപ്പോഴും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. കാരണം ഇതിനെല്ലാം പിടിച്ചു നിർത്താൻ വേറൊരു സംവിധാനം, നമ്മുടെ അടുത്ത് റിസർവ് ബാങ്ക് പോലെ ഒരു മിനി ബാങ്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ആധികാരികമായുള്ള ക്രെഡിറ്റ് കിട്ടേണ്ട ആളാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കേരളത്തിലെ ഒരു മന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എതിർത്ത് നമ്മൾ രണ്ടർത്ഥത്തിൽ അതിനെ കാണണം. ഒരർത്ഥത്തിൽ പറയാം, പിണറായി വിജയൻ എല്ലാവർക്കും പേടിയാണ്, അതുകൊണ്ട് ആരും ഒരക്ഷരം മിണ്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരുടെ കീഴിലുള്ള വകുപ്പുകളെ എത്ര വൃത്തിയായി കൈകാര്യം ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർ പറയാത്തത്, ഘടകകക്ഷികൾ പറയാത്തത്? കാരണം ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ എല്ലാ മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രിയെ കണ്ട് പഞ്ചമുച്ച മടക്കി നിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം ആ മന്ത്രിസഭയിലെ എല്ലാവർക്കും ഉണ്ട്, ആ പാർട്ടിയിലെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. തെറ്റ് പറയുമ്പോൾ മാത്രം ചൂണ്ടിക്കാണിച്ച പോലെ. ഇപ്പോൾ എന്താണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ ബ്രാഞ്ച് തലം തുടങ്ങിയിട്ട് ജില്ലാ തലം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ജില്ലാ സമ്മേളനം അടക്കം പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം പൂർത്തീകരിച്ച ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഇനി എന്ത് വരുന്നത്? ഇലക്ഷൻ വരുന്നത്. നിയമസഭ അടുത്ത് പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തേക്ക് സർവ്വസജ്ജമായ പാർട്ടിക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെ മറികടക്കാൻ എന്ത് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ്. കോൺഗ്രസിന് ഇപ്പോഴും അറിയില്ല. കാരണം നമുക്കറിയാലോ, ഒരു ഒറ്റ വാക്കിൽ തീരുന്ന ഒരു സംസ്ഥാന സമ്മേളനം, ഒരു ടേമും കൂടെ പിണറായി വിജയൻ ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ തീരും, അത് രണ്ടാമതൊരാൾ വരും. പിണറായി വിജയൻ മാറുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ അടക്കം അനുമതിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ CPM-നോ ഇടതുപക്ഷത്തിനോ കേരളത്തിലുണ്ടാവുള്ളൂ, വേറെ ഒരാൾ ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ VD
സതീശനാണോ, കെ സുധാകരനാണോ, കെ സി വേണുഗോപാലാണോ, ഇനിയിപ്പോൾ എന്താ ലീഗിൻ്റെ മുഖ്യമന്ത്രിൻ്റെ കാര്യം വരെ ചർച്ച ചെയ്യുകയാണ് കേരളത്തിൽ. ആ രീതിയിലേക്ക് വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിൻ്റെ കാര്യത്തിൻ്റെ തോന്നുന്നു. വി ഡി സതീശൻ മലയോര ജാഥ പിന്നെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് സുധാകരൻ്റെ നേതൃത്വത്തിൽ പിന്നെ എന്താണ് കടലോര ജാഥ ഇപ്പുറത്ത് അങ്ങോട്ട് തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല അതേ സമയത്ത് ബ്രൂവറിക്ക് വേണ്ടിയിട്ട് ഇവിടെ മലയോര ജാഥ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ബ്രൂവറിയുടെ സ്ഥലത്തെത്തുന്നു. അപ്പം എവിടെയാണ് ഇവർക്കൊരു അസ്തിത്വം? ആരാണ് ഇവരെ നയിക്കുന്നത്? ഏത് രീതിയിൽ, ഏത് പ്രത്യയശാസ്ത്രം? നമ്മളിപ്പോൾ ഇടതുപക്ഷത്തെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അകത്ത് വെള്ളം ചേർത്തോ എന്നൊക്കെയുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ പാർട്ടിക്ക് മാറ്റം വരുത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞത് തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണമായി തീരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? 10, 25, 50 ഏക്കറിൽ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി വരികയും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തക്കതായ പ്ലാനും പരിപാടിയും വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെയുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റാൻ പറ്റും. ചെറിയ കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും പറയുമല്ലോ, തമിഴ്നാട്ടിൽ നമ്മൾ പിന്നെ യൂണിവേഴ്സിറ്റികളുടെ കളിയാണ്. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന ഇൻകവും അവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരുടെയും കാര്യം ആലോചിക്കുക. എത്ര തമിഴ്നാട്ടിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ കേരളത്തിൽ വന്ന് പഠിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. വളരെ കുറവാണ്. വയറിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് എത്ര പേർ തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നുണ്ട്? കേരളത്തിൽ നിന്ന് എത്രയും നിന്ന് കർണാടകയിൽ പോയി? കേരളത്തിൻ്റെ 30% വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോയി പഠിക്കുക. അതെവിടുന്നാണ്? കർണാടകയും തമിഴ്നാട്ടിലുമാണ്, തൊട്ടടുത്ത സംസ്ഥാനത്താണ്. എന്തുകൊണ്ടാണ്? അത്രയും അധികം വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിലില്ല എന്നുള്ളതല്ല, അതിന് ഫെസിലിറ്റി ഇല്ല എന്നുള്ള. യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്താണ്? അതിനോടനുബന്ധിച്ച് ഹോസ്റ്റൽ സംവിധാനം, അതിനനുബന്ധിച്ചിട്ടുള്ള അക്കാദമിക് ബ്ലോക്കുകൾ, അതിനെ സംബന്ധിച്ചിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വരികയാണ്. വലിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ പിണറായി വിജയന് കഴിയുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് PWD. കേരളത്തിൽ ഇത്രയും അധികം PWD ഡെവലപ്മെൻറ്റ് വന്ന ഒരു സ്റ്റേറ്റ് പിന്നെ വേറെ സ്റ്റേറ്റ് ഉണ്ടോ ഇന്ത്യയിൽ? അത്രയും അധികമാണ്. ഏകദേശം 1,00,000 കോടി രൂപയിൽ അധികം വരുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്നു. കേന്ദ്രത്തിൻ്റെയോ കേരളത്തിൻ്റെ ആവട്ടെ, 1,00,000 ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ 1,00,000 കോടി രൂപയുടെ അധികമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വരുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ ടൂറിസത്തിൽ അടുത്ത കാലത്ത് ഉണ്ടാകുന്നതിനേക്കാളും കൂടി എത്ര ടൂറിസം പ്രൊജക്റ്റുകളാണ്. ഞാൻ 1, 2 പ്രൊജക്റ്റല്ല, കണ്ണൂർ തുടങ്ങി നിങ്ങൾ ടൂറിസം പ്രൊജക്റ്റുകൾ നോക്കിക്കോളൂ. എത്ര ടൂറിസം പ്രൊജക്റ്റുകളാണ് ഈ പറയുന്ന സമയം. ഇതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ട്? ഏത് രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്നതിനെതിരെ ഒരാരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? UDFന് കഴിഞ്ഞിട്ടുണ്ടോ? UDFന് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇതിനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് തന്നെ 3 അഭിപ്രായങ്ങളാണ് ആ പാർട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, 60% വരുന്ന പിന്നെ CPMന് സ്ട്രോങ് ഹോൾഡായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥിനെ നിർത്തി മത്സരിപ്പിക്കണമെന്ന് പോലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം തീരുമാനമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം വലിയ രീതിയിലുള്ള മാറ്റം ഈ പറഞ്ഞ കോൺഗ്രസിന് വന്നാൽ മാത്രമേ ഒരു 3ാം ഭരണം ഇല്ലാതാക്കാൻ വേണ്ടി, 3ാം ടേം ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിയുള്ളൂ, UDFന് കഴിയുള്ളൂ. ആ രീതിയിലുള്ളൊരു മാറ്റം UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റിയുള്ള ഒരു ബോംബും ഇപ്പോൾ ആരുടെയും കയ്യിലില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ഇനി BJP വിചാരിക്കണം. BJP ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേരളത്തിലെ BJP നാളെ അധികാരത്തിൽ വരും എന്നുള്ളത് കേന്ദ്രത്തിനും കേരളത്തിലെ നേതാക്കന്മാർക്ക് പോലും പിന്നെ വലിയൊരു 1-2 സീറ്റ് കിട്ടിക്കൂടാ. മാക്സിമം 5 സീറ്റ് വരെ കിട്ടിക്കോ. 5 സീറ്റോ 10 സീറ്റോ വന്നാൽ പോലും ഈ പറഞ്ഞ ഭരണത്തെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഒരു മാറ്റവും കേരളത്തിൽ വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊരു ആക്ട് പോലും ഇനി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. AAPനെയും പിന്നെ കേരളത്തിലെ പിണറായി വിജയനെയും ഒരുപോലെ കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ 3ാം ഊഴത്തിന് മുന്നറിയിപ്പോ എന്ന വിഷയത്തിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഡൽഹിയിൽ നടന്ന നീക്കവും ഇവിടുത്തെ നീക്കവും എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഡൽഹിയിൽ ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്ന് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടിയിലേക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വളർച്ചയാണ് അവർ അവിടെ കൈവരിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു റീജിയണൽ പ്ലെയറെ ക്രഷ് ചെയ്യുക എന്നതായിരുന്നു BJPക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ നീക്കത്തിലേക്ക് അവർ കടന്നതും. കോൺഗ്രസ് ആ നീക്കത്തിന് അങ്ങനെ നടക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് അവരുടെ പുവർ പെർഫോമൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് അടുത്തതായി എങ്ങോട്ടേക്കാണ് വഴി വെട്ടിത്തെളിച്ച് നരേന്ദ്രമോദി പോകുന്നത് എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ഷാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇടങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് പശ്ചിമ ബംഗാൾ ഉറപ്പായും ഒരു ലക്ഷ്യമാണ്. പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, കേരളം, തമിഴ്നാട്, അസം ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പ് നിർണായകമായി തന്നെയാണ് നിൽക്കുന്നത്. ഒഡീഷയിലേത് നമ്മളൊരു എക്സാമ്പിളായി ഡൽഹിക്ക് മുമ്പ് തന്നെ നമ്മൾ കാണേണ്ട
പറയേണ്ട ഒരു എക്സാമ്പിൾ ഒഡീഷയായിട്ടാണ് ഞാൻ കരുതുന്നത്. കേരളവുമായി നമുക്ക് കുറച്ചെങ്കിലും താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ കിടക്കുന്നത് ഒഡീഷയാണ്. കാരണം ഒഡീഷയിൽ ബിജു ജനതാദളിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് തുടർച്ചയായ നീക്കങ്ങളാണ്. 2014-ലും 2019-ലും ശ്രമിച്ചു, നടന്നില്ല. പക്ഷേ 2024-ൽ 10 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ അവിടെ ബിജു ജനതാദളിനെ BJD-യെ അട്ടിമറിക്കാൻ അവിടെ BJPക്ക് കഴിഞ്ഞു. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അതുതന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ. ആം ആദ്മി പാർട്ടി പക്ഷേ അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് 8 സീറ്റിൽ നിന്ന് വളർന്ന് BJP എത്തും എന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കൽ പോലും കരുതിയില്ല. മാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയാതെ പോയത് അത് തങ്ങൾക്കുള്ള ഒരു മാൻഡേറ്റ് ആണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോയി. അപ്പോൾ അരഗൻസും അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസും അത് രണ്ടുമാണ് അരവിന്ദ് കെജ്രിവാളിന് അവിടെ പറ്റിയത്. അതിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് വരാം. അതിനു മുൻപ് നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് കൂടി ഒന്ന് പോകണം. ആന്ധ്രാപ്രദേശിൽ BJP എടുത്ത സ്റ്റാൻഡ് എന്നാണ് അവിടെ തെലുഗുദേശം പാർട്ടിയുമായിട്ടാണ് ടൈപ്പിലേക്ക് പോകുന്നത്. അവിടെ TDPയുമായി ടൈപ്പിലേക്ക് പോകുന്നു. YSR കോൺഗ്രസിനെ താഴെ ഇറക്കുന്നു. YSR കോൺഗ്രസ് വലിയ മാൻഡേറ്റോടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിലേതുപോലെ തന്നെ ഒഡീഷയിലേതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും വലിയ മാൻഡേറ്റിൽ ഭരിക്കുന്ന പ്രാദേശികമായി കൂടുതൽ ശക്തിയുള്ള പാർട്ടിയെ ക്രഷ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ നേരിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അവിടെ അതിന് സാധ്യതയുള്ള മറ്റൊരു പാർട്ടിയുമായി കൂട്ടുചേരും. ഇത് തന്നെയാണ് BJPയുടെ കാലാകാലങ്ങളായിട്ടുള്ള ടെസ്റ്റഡ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ആ സമാന ഫോർമുലയിലൂടെ ആയിരിക്കും ബംഗാളിലേക്കായാലും കേരളത്തിലേക്കായാലും ഒക്കെയുള്ള വരവെന്നുള്ളത് ഉറപ്പാണ്. ഡൽഹിയിലെ BJPയുടെ പെർഫോമൻസ് നേരത്തെ അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തേതാണ് ബെസ്റ്റ് എവർ പെർഫോമൻസ്. കാരണം 93-ലാണ് ഇതിനു മുൻപ് ഇത്രയും സീറ്റ് കിട്ടിയത്, 49 സീറ്റ്. പക്ഷേ അന്നുണ്ടായിരുന്നത് 42.86% മാത്രമാണ്. പക്ഷേ ഇവിടെ വോട്ട് വിഹിതം 46-ലേക്ക് ഉയരുന്നു, 48 സീറ്റ് കിട്ടുന്നു. ഇനി ആ സീറ്റ് അവർ വിട്ടുകൊടുക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അല്ലെങ്കിൽ കോൺഗ്രസ് അത്രയേറെ പണിപ്പെടണം. ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചിനി ആ ബാസ്റ്റണിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. ഇനി 2.5 ഉള്ളൂ വോട്ട്, അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. വോട്ട് വ്യത്യാസത്തിലാണല്ലോ ഇപ്പോൾ ആകെ ആശിക്കാനുള്ള വക. 22 സീറ്റ് ആണെങ്കിലും ഈ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പോപ്പുലിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു, അല്ലേ? അരവിന്ദ് കെജ്രിവാളിൻ്റേത് ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ ആ ഗവൺമെന്റിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകൾ പൂർണ്ണമായും ഒരു ഷിഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അധികാരം മാറും എന്നവർക്കൊരു ഉറപ്പ് വരണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ പകുതിയോളം ആളുകൾ അധികാരം മാറില്ല എന്ന് കരുതിയ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ആ വോട്ട് വ്യത്യാസം അങ്ങനെ നിന്നത്. മാത്രമല്ല കോൺഗ്രസിൻ്റേത് അവിടുത്തേതൊരു പുവർ പെർഫോമൻസ് ആയിരുന്നു, പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് വേണമെങ്കിലും പറയാം. ഏറ്റവും മോശത്തിൻ്റെ മോശം പെർഫോമൻസിലേക്ക് അവർ പോവുകയും ചെയ്തു. ഇവിടെ ഈ ട്രെൻഡ് BJPക്ക് തുടരാൻ കഴിയുമോ എന്നത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ 2026 ഏപ്രിലിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അസമിൽ BJP സർക്കാരാണ്, നിലവിലും BJPയുടെ സർക്കാർ തന്നെയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും BJPക്ക് ഇങ്ങനെ ഡൽഹി പോലെ 8 സീറ്റിൽ നിന്ന് ഡൽഹിയിൽ വളരാൻ സാധിച്ചത് പ്രതിപക്ഷത്ത് നാമമാത്രമായ പ്രതിപക്ഷമാണെങ്കിലും പ്രതിപക്ഷത്തുണ്ടായിരുന്ന BJP ആയതുകൊണ്ടാണ്. പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും പ്രതിപക്ഷം അല്ല എന്നത് പോയിട്ട് നിയമസഭയിലേക്ക് അവർക്ക് എൻട്രി പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ബംഗാളിൽ 2021 ഇതുപോലെയുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഒടുവിലാണ് പ്രതിപക്ഷ പാർട്ടിയായി BJP മാറുന്നത്. കേന്ദ്രം ഭരിച്ചു തുടങ്ങിയതിൻ്റെ 8ാമത്തെ വർഷത്തിലാണ് ബംഗാളിലേക്ക് 7ാമത്തെ വർഷത്തിലാണ് ബംഗാളിൽ പ്രതിപക്ഷ പാർട്ടിയായി മാറാൻ കഴിയുന്നത്. അവിടെ ഡോക്ടർ അരുൺ പറഞ്ഞ 2% ഞാൻ വരാം. അവിടെ തൃണമൂലുമായുള്ള ഇപ്പോഴത്തെ വോട്ട് വ്യത്യാസം 2021 വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ജസ്റ്റ് 3% ആണ്. അപ്പോൾ അതിൽ നിന്ന് അട്ടിമറിച്ച് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് മമതാ ബാനർജിക്ക് ഇത്രയധികം വേവലാതി. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത്. അടുത്ത സ്റ്റോപ്പ് ഇനി അടുത്ത ഒരു മേജറായിട്ടുള്ള ചില ഷോസ് വേണം, അതായത് ചില പ്രൊജക്ഷൻസ് വേണം, വിജയങ്ങൾ ഇങ്ങനെ തുടരുകയാണ് എന്ന് കാണിക്കാൻ. അതിനുവേണ്ടി അടുത്തതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റോപ്പ്, അമിത്ഷായുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് ബീഹാറാണ്. ബീഹാറിൽ കാണിക്കാൻ പോകുന്ന ആ വലിയ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം 2020 വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു എൻട്രി പീരീഡ് ആയിരുന്നു. അപ്പോൾ ഈ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പോയ ആളുകളൊക്കെ തിരിച്ചെത്തി. ആ മൈഗ്രേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് സംഭവിച്ചുകൊണ്ട് ആണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ 243 അംഗ സഭയിൽ 2020 JDU BJP 37.26% വോട്ടും മഹാഗഡ്ബന്ധന് 37.23%, അതായത് 0.03 മാത്രമാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം. എന്നിട്ടും അവിടെ അവർക്ക് ഭരണം പിടിക്കാൻ വരുന്നു. പിന്നീട് കണ്ട നാടകീയമായ നീക്കങ്ങളൊക്കെ ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബീഹാറിൽ ഒരു ബിഗ് ഷോ അതാണ് ഇനിയിപ്പോൾ BJP കാഴ്ചവെക്കേണ്ടത്. കാരണം ട്രെൻഡ് തങ്ങൾക്ക് അനുകൂലമാണ്. ഡൽഹിയിലേതുപോലെ തന്നെ ബീഹാറിൽ ഒറ്റയ്ക്ക് അവിടെ അധികാരം പിടിക്കാൻ സാധിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കക്ഷിയായി BJPക്ക് അവിടെ മാറാൻ കഴിയുമോ? കഴിഞ്ഞ തവണ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. അപ്പോൾ ആ ഒറ്റ കക്ഷിയായി മാറാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഭയക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. ഇവിടെ കേരളവുമായുള്ള കമ്പാരിസണിലേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ആൻഡ് പിണറായി വിജയൻ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അരഗൻസ്. ആ അരഗൻസ് എന്ന് പറയുന്നത് രണ്ടുപേരിലുമുള്ള ഫാക്ടറാണ്. അപ്പോൾ ആ അരഗൻസിനെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യം അത് ഇവിടെയും വരികയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നു പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും മുഖഭാവത്തിലും ആളുകളോടുള്ള പെരുമാറ്റത്തിലുമൊക്കെ സൗമ്യനാകാൻ ശ്രമിക്കുന്നത്.
ഈ ഒരു ഫാക്ടർ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ജനങ്ങൾ തിരസ്കരിക്കും. കാരണം എത്ര നല്ല ഭരണാധികാരി ആയാലും ആ ഭരണാധികാരിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപെടാൻ കഴിയുന്ന ഒരു രീതിയല്ല അയാളുടേതെങ്കിൽ കുറച്ചു കാലമൊക്കെ അയാൾക്ക് ആ രീതിയിൽ പോകാൻ പറ്റും. പിണറായി വിജയൻ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വേദികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങളായാലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അവതാരകൻ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ക്വിറ്റഡ് ആയിട്ടുള്ള ഒരു പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി പിണറായി വിജയൻ മാറുന്നു. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പതനം അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ പാഠമാകണം. കാരണം അരവിന്ദ് കെജ്രിവാൾ എല്ലാ കാലവും ഞാനാണ് സുപ്രീമോ എന്ന് ആ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു ഘടനയിൽ വിശ്വസിക്കുകയും ഞാൻ എന്നുള്ള ഒന്നിലേക്ക് ഊന്നുകയും ചെയ്തതാണ് അരവിന്ദ് കെജ്രിവാളിന് അവിടെ പാളിപ്പോയത്. അതാണ് ജനം എടുത്ത് പുറത്തേക്ക് കളഞ്ഞത്. അതിവിടെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രോ പീപ്പിളായിട്ടുള്ള ഒരാളായി പിണറായി വിജയൻ മാറേണ്ടതുണ്ട്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. പിന്നെ ഈ കറപ്ഷൻ്റെ കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി കിടന്നതുപോലെ പിണറായി വിജയൻ ജയിലിൽ കിടക്കാത്തിടത്തോളം കാലം ആ കാര്യത്തിൽ ഒരു കമ്പാരിസണും സാധ്യതയില്ല. പിന്നെ ഒരു കാര്യം രണ്ടുപേരും പറയാറുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ്. അതിപ്പോൾ മാസപ്പടി കേസ് വന്നായാലും പിന്നെ കരുവന്നൂർ തട്ടിപ്പ് കേസ് വന്നാലും ഇതിനെല്ലാത്തിനും ഈ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്ന ഒരു പല്ലവി അത് ഇടതുപക്ഷത്ത് നിന്ന് വരാറുണ്ട്. രാഷ്ട്രീയമായി വേട്ടയാടുന്നു, കേന്ദ്രം വേട്ടയാടുന്നു, കേന്ദ്രം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്ന പല്ലവി അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ, മലയാളികളടക്കമുള്ള അവിടുത്തെ വോട്ടിംഗ് പോപ്പുലേഷൻ വിശ്വസിച്ചില്ല എന്നതും ഇവിടെ ഒരു കമ്പാരിസണ് ഘടകമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യമാണ്. 22 മണ്ഡലങ്ങളിൽ മലയാളികൾക്ക് വോട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആകെ പോൾ ചെയ്തതിൽ CPIM കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നു 1% താഴെയാണ്, 0.01 അങ്ങനെ എന്തോ ആണ് CPIM കിട്ടിയത്. മലയാളികളടക്കം 22 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തതാണ്. അപ്പോൾ മലയാളികൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് BJP ആ 22 മണ്ഡലങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു ഫാക്റ്റാണ്. അവിടെയാണ് കോൺഗ്രസ് ഇവിടെ എന്ത് ചെയ്യുന്നു. അതിൽ ഞാൻ നിങ്ങളൊക്കെ നടത്തിയ ചില നിരീക്ഷണങ്ങളോട് ഞാനും യോജിക്കുകയാണ്. കാരണം കോൺഗ്രസ് ഇവിടെ ഒരു ഫൈറ്റ് കൊടുക്കാത്തിടത്തോളം CPIM നിഷ്പ്രയാസം 3-ാം വട്ടം അധികാരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം പ്രതിപക്ഷ നിരയിൽ BJPയുടെ ഒരു അംഗം പോലുമില്ല. അവർക്ക് ഇനിയും എൻട്രി നടത്തേണ്ടിയിരിക്കുന്നു. ആ എൻട്രിയിൽ നിന്നാണ് പിന്നീട് വളരുക. ദില്ലിയിലും അതുപോലെ തന്നെ ഒഡീഷയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ആദ്യം എൻട്രിയിലേക്ക് പോവുക. നേരത്തെ നിയമം കിട്ടിയതുപോലെയല്ല, ഒരു 5-10 സീറ്റുകളിലെങ്കിലും എൻട്രി നടത്തുക. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 ആകുമ്പോഴേക്കും അധികാരം പിടിക്കുക. അങ്ങനെയുള്ള ഒരു 10 വർഷത്തെ ടേമൊക്കെ BJPക്ക് കേരളത്തിലും നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ വോട്ട് പോകണം? കോൺഗ്രസിൻ്റെ വോട്ട് പോകണം. ഡൽഹിയിൽ ആപ്പും അത് കഴിഞ്ഞ് BJPയും കൃത്യമായി അധികാരത്തിലേക്ക് എത്തുമ്പോൾ 15 വർഷം ഭരിച്ച കോൺഗ്രസിൻ്റെ അവസ്ഥ അവിടെ എന്താണ്? അവിടുത്തെ ഡാറ്റ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. കസ്തൂർബ നഗറിൽ അഭിഷേക് ദത്ത് രണ്ടാമതെത്തി ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നാംഗ്ലോയ് ജാട്ടിൽ രോഹിത് ചൗധരിയും ബാദ്ലിയിൽ ദേവേന്ദർ യാദവും, ഇങ്ങനെ 3 പേർക്ക് മാത്രമാണ് കെട്ടിവെച്ച കാശ് പോകാത്തത്. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശും പോയി. അപ്പോൾ കെട്ടിവെച്ച കാശ് പോകുന്ന ഒരു പാർട്ടിയായി 15 വർഷം ഡൽഹിയെ ഭരിച്ച ഒരു പാർട്ടി അധപ്പതിക്കുന്നതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അത് കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിക്കണം. അതിന് എപ്പോഴെങ്കിലുമുള്ള സമരങ്ങളോ വിഘടിച്ചുള്ള സമരങ്ങളോ നേതാക്കളുടെ പരസ്പരമുള്ള മത്സരമോ അല്ല വേണ്ടത്. ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനിയും ഈ 3-ാം വട്ടത്തിലേക്ക് ഇടതുപക്ഷം പോകുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ BJPക്ക് 5 സീറ്റിലെങ്കിലും വിജയിക്കാനുമുള്ള സാധ്യതയും അവിടെ കിടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയും CPIM ഒരുപോലെ അല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ തന്നെ കഴിയും. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അതൊരു ജനമുന്നേറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കോസിൻ്റെ പേരിൽ വന്ന ജനമുന്നേറ്റമാണ്. അതേ കോസിൻ്റെ പേരിൽ തന്നെ ജനം തിരസ്കരിച്ചതുമാണ്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി വന്നു. അഴിമതിക്കാരനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതേ ജനം തന്നെ തള്ളിക്കളയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ആം ആദ്മി പാർട്ടിയും CPIM തമ്മിലുള്ള ഭരണത്തിലെ ആയാലും പിണറായി വിജയൻ്റെ സർക്കാർ, അതായത് 1-ാം പിണറായി വിജയൻ സർക്കാരായാലും മറ്റ് മന്ത്രിമാരൊക്കെ മാറിയതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. 1-ാം പിണറായി വിജയൻ സർക്കാരും 2-ാം പിണറായി വിജയൻ സർക്കാരും പോലെ ആയിരുന്നില്ല 1-ാം അരവിന്ദ് കെജ്രിവാൾ സർക്കാരും 2-ാം അരവിന്ദ് കെജ്രിവാൾ സർക്കാരും. അത് ജനത്തിന് നന്നായി ബോധ്യപ്പെടുകയും ചെയ്തു. ഇവിടെ 2-ാം പിണറായി വിജയൻ സർക്കാരിന് ഇനിയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കെജ്രിവാൾ വീണത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം നേരിട്ട് കണ്ടിരിക്കുകയാണ്. ദില്ലി ചെലവൊക്കെ രണ്ടുപേരും ഒന്നിച്ചു പോയി നടത്തിയതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കൂ, സിൽവർ ലൈനിലായാലും കേന്ദ്രവുമായി യോജിച്ചു പോകാൻ പദ്ധതി കൊണ്ടുവരാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലായാലും സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കേന്ദ്രം നടപ്പാക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ ഒന്നിച്ചു പോകാൻ കേരളത്തിൽ കൂടുതൽ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ട്. നയമാറ്റത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതുമായി കണക്ട് ചെയ്തത്. അപ്പോൾ ഈ നയം മാറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗുണകരമാവുകയും 3-ാം സർക്കാരിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന വേളയിൽ. ഇനി BJPയുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞല്ലോ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഈ 11 സീറ്റുകളിൽ നിയമസഭാ മണ്ഡലം
മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നത്. ആ 11 സീറ്റുകളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡൽഹിയിൽ കാണിച്ചതുപോലെ RSSന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ BJPക്ക് 11 സീറ്റുകളും അത് LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്, അത് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സാധ്യത അവർ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ക്രെഡിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ആ സീറ്റുകൾ നേടാൻ സാധിക്കും. 2019 15.56% അവർക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടുമ്പോൾ 31,71,792 വോട്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ അത് 2024 ആകുമ്പോഴേക്കും 37,40,952 ഉയരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് 74,686 വോട്ടിന് ജയിക്കാൻ കഴിയുന്നു. തൃശ്ശൂരിൽ ഗുരുവായൂർ ഒഴികെ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒപ്പം തിരുവനന്തപുരത്തെ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും, ആറ്റിങ്ങലിലെ വർക്കലയും, ആറ്റിങ്ങലും, കാട്ടാക്കടയും, ഇത്രയും സീറ്റുകളിൽ 11 സീറ്റുകളിൽ അവർക്കൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അവിടെ 1-ാം സ്ഥാനത്തെത്തുക അല്ലെങ്കിൽ ക്ലോസ് സെക്കൻഡിൽ ഫിനിഷ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഒരു എൻട്രി കൊടുക്കേണ്ടത്. അപ്പോൾ ഡൽഹിയിലെ BJPയെ കണ്ട് ഇവിടുത്തെ BJP പഠിക്കണം എന്നതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. റൈറ്റ്. അപ്പോൾ 3-ാം ഊഴത്തിന് മുന്നറിയിപ്പോ എന്നാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം പല അർത്ഥങ്ങളിൽ മുന്നറിയിപ്പാണ്. യെസ്. Meet the editors.